വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ഇത് ഓൺ ചെയ്യുക. ഇതിലുള്ള ലിക്വിഡ് മുഴുവൻ പരക്കുമ്പോൾ എല്ലാ സ്ഥലത്തുമുള്ള വെള്ളത്തിന്റെ ഐസ് കട്ടകൾ അലിഞ്ഞു പോകും. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ഇവരുടെ മെഷീൻ മുഖേന വെള്ളം അലിയുമെങ്കിൽ വെള്ളം ഐസ് കട്ടിയാക്കാനും സാധിക്കും. എനിക്ക് തോന്നുന്നത് ആദ്യം ഇവര് വെള്ളം മുഴുവൻ ഐസ് കട്ടിയാക്കുന്നു, അതിനുശേഷം കൂടുതൽ വിലയ്ക്ക് അവരുണ്ടാക്കുന്ന മെഷീൻ വിൽക്കുന്നു. സോറി, എല്ലാ മെഷീനുകളും തീർന്നിരിക്കുന്നു. ഞങ്ങൾ നാളെ വീണ്ടും വരും. അവൻ എവിടേക്കാ പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ കുട്ടി ആദ്യം വന്ന് എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചതാ. ഇപ്പൊ അവൻ പുറകെ വന്നോണ്ടിരിക്കുന്നത് കണ്ടില്ലേ? നമ്മളെ അവന് സംശയം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. വേഗത്തിൽ വണ്ടി ഓടിക്ക്. എന്തായാലും നന്നായി. അവൻ ഇനി നമ്മളെ കാണാൻ പറ്റില്ല. പുറകെ തന്നെയുണ്ട്. അതിശയം തന്നെ, ബൈക്ക് ഓടിക്കുന്ന സ്പീഡിലല്ല അവൻ പുറകെ വരുന്നത്. ഓ നോ, ഇനി ഇവനെ വെറുതെ വിടുന്നത് ശരിയല്ല. എങ്ങനെയെങ്കിലും ഞാൻ ബോസിനെ അറിയിക്കട്ടെ. ഓക്കേ, നീ തോണ്ടണ്ട. ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടു കഴിഞ്ഞവനാണ്. തടസ്സങ്ങൾ വരുമെന്നറിഞ്ഞത് കൊണ്ടാണ് നേരത്തെ എല്ലാം ചെയ്തു വെച്ചത്. ഹലോ ടൈഗറാ. ബോസേ, അവൻ എല്ലാ ഗുണ്ടകളെയും അടിച്ച് പരത്തി കളഞ്ഞു. അവനൊരു അതിശയപ്പിറവി തന്നെയാണ്. ഡോണ്ട് വറി, ആവിഷ്കാരന്റെ നിർമ്മാണങ്ങൾ ഒരിക്കലും തെറ്റാറില്ല. നിന്റെ മുമ്പിലുള്ള ബ്ലൂ ബട്ടൺ ആദ്യം ഞെക്കൂ, എന്നിട്ട് വളരെ ശക്തിയോടെ ആക്സിൽ ചവിട്ടു. കുറച്ചു നേരം കൊണ്ട് തന്നെ ആ കുട്ടി ഐസ് കട്ടയായി മാറും. ഓക്കേ ബോസ്. ശിവ, നിനക്ക് എന്താ പറ്റിയത്? ആ വാനിലുള്ളവർ ഭയങ്കര സാധനങ്ങളാ. അവർ മനഃപൂർവ്വം വെള്ളം മുഴുവനും ഐസ് കട്ടിയാക്കിയിട്ട് അവരുണ്ടാക്കിയ മെഷീൻ കൂടുതൽ വിലയ്ക്ക് വിൽക്കുകയാണ്. നിങ്ങൾ ലഡു സിംഗ് സാറെ കൂട്ടിക്കൊണ്ടുവരൂ. ഞാൻ അവരെ പുറകെ പോകട്ടെ. ഒരു ചെറുക്കൻ സൈക്കിളിൽ വരികയാണെങ്കിൽ വിടരുത്. അവനെ ശരിയാക്കിക്കോ. ഓക്കേ ബോസ്.
നിക്ക്, ആരാ നീ? എനിക്കിപ്പോ പറയാൻ സമയമില്ല, അല്ലെങ്കിൽ ഞാൻ ഉത്തരങ്ങളൊക്കെ പറഞ്ഞേനെ. എന്തായാലും ഗ്ലൂ ടയർ ഓൺ ചെയ്തേ പറ്റൂ. ഇത് വല്ലാത്തൊരു ശല്യാണല്ലോ, പുറകെ വന്നോണ്ടിരിക്കുകയാണല്ലോ. അതിശയം തന്നെ, സൈക്കിൾ ഔട്ടുന്നത് കണ്ടില്ലേ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കേബിള് പൊട്ടിയാൽ നമ്മളെല്ലാവരും കൂടെ താഴെ വീഴും. എന്റെ ബോസ്, അവൻ പിന്മാറുന്നേ ഇല്ല. എന്തൊക്കെ ചെയ്താലും ഒന്നും പറ്റുന്നേ ഇല്ല. അവനെ പോലെ ഒരു കുരുത്തം കെട്ടുകുട്ടി ഞാൻ കണ്ടിട്ടേ ഇല്ല. എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇവർ എന്റെ ബെസ്റ്റ് കമാൻഡോസ് ആണ്. അവനെ ഇവര് ഈർക്കലി പൊട്ടിക്കുന്നത് പോലെ പൊട്ടിക്കും. എന്തിനാ നീ ഞങ്ങളെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന കുട്ടിയെ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ചന്ദി കുട്ടിയെ പിടിക്ക്. മതി എന്നെ നോക്കിയത്. ഇടിക്കാൻ. ഓ, ഇതുപോലത്തെ ഉണക്കന്മാരായിരുന്നു എന്റെ കൂടെ. എന്റെ മെഷീനൊക്കെ ഇപ്പൊ തകരുതാൻ തോന്നുന്നു. എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? എനിക്ക് തെറ്റ് പറ്റിപ്പോയി. നീ എന്നോടൊന്ന് ക്ഷമി. ഞാനിനി ചെയ്യില്ല. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്കൂ. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ. ഒന്ന് പിടിച്ചു കയറ്റ്. ശരിയാക്കി തരാടാ ചെറുക്കാ. ഒരിക്കലും ഞാൻ ഓർത്തില്ല ഇതുപോലത്തെ ഒരു കുട്ടിയുടെ അല്ലല്ല ശിവയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തല്ല് മേടിക്കുമെന്ന്. നിനക്ക് എന്റെ രഹസ്യങ്ങളെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു രഹസ്യം നിനക്കറിയില്ല മോനെ. ആവിഷ്കാരൻ നിർമ്മിക്കുന്നതൊന്നും തെറ്റാറില്ല മോനെ. കുട്ടി 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 കുട്ടികളോട് ചെന്ന് കളിക്കൂ കുട്ടി. ഇവൻ മുകളിലെത്തിയല്ലോ. ശാസ്ത്രജ്ഞൻ ഇവനാണോ അല്ല ഞാനാണോ? മതിയാക്കൂ അങ്കിൾ, നമുക്ക് ജയിലിലേക്ക് പോണ്ടേ? എന്നെ വിട്ടേക്കൂ. എനിക്ക് ജയിലിലേക്ക് പോവണ്ട. എന്റെ അമ്മായി അച്ഛന്റെ വീടല്ല. എന്റെ മുട്ടുകാല് പോയി. കാണോ ലഡു സിംഗ് സാറേ, ഇതാ നിങ്ങളുടെ കുറ്റവാളിയെ കിട്ടി. പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ കുടികൊണ്ടുപോയി ജയിലിട്ട് അടയ്ക്കാൻ നോക്കൂ. കൊണ്ടുപോകൂ കൊണ്ടുപോകൂ. ഈ കുട്ടിയുടെ അടുത്ത് അല്ലല്ല, ഈ ശിവയുടെ അടുത്ത് തന്നെ വേഗം ദൂരേക്ക് കൊണ്ടുപോകൂ. ഇനി ജയിലിൽ എന്നും എന്റെ മുഖം മാത്രം കണ്ടാ മതി നീ.